അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് യൂണിവേഴ്സിറ്റി എൽ ജി സിൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. അപ്പോൾ അതിൻ്റെ കേസ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലെ ആയിരുന്നു ഹിയറിംഗ് വന്ന് പറഞ്ഞിരുന്നത് 9-ാം തീയതി. അത് 30-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഈ താൽക്കാലികക്കാരുടെ കളി തന്നെയാണെന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇവർക്ക് സർക്കാർ ഇറക്കുന്നതിന് മുന്നേ സ്ഥിരമായുള്ളൊരു നടപടിയാണോ ചെയ്യുന്നതെന്ന്. ഇതിന് പി എസ് സിയും കൂട്ടു നിൽക്കാതെ ഇരുന്നാൽ മതി. ഒരു കൂട്ടം ആളുകൾക്ക് സന്തോഷമാണ് ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്നത്. താൽക്കാലികക്കാർക്ക് മാത്രമല്ല, പല ആൾക്കാരും യൂട്യൂബിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും ഒക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡിഗ്രി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത്, അന്ന് ഞങ്ങൾ അനുഭവിച്ച സങ്കടം നിങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഡിഗ്രി ഉള്ള സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ടല്ലോ. ഈ 7-ാം ക്ലാസ് നിലവാരത്തിലുള്ളൊരു പോസ്റ്റാണിത്. 7-ാം ക്ലാസ് നിലവാരത്തിലുള്ളവനെയും സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഈ എൽ ജി എസ് എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട്. നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഞങ്ങൾക്കില്ല. നിങ്ങൾക്കുള്ള ഡിഗ്രി ലെവൽ എക്സാം ഈ ഡിഗ്രി പാസ്സാവാത്ത ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയാലും വേറെ എൽ ജി എസ് ആയാലും ഇതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നേരത്തെ കല്യാണം കഴിച്ചു പോയ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ ഡിഗ്രി എടുക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ തലക്കേറ്റി വെച്ചിട്ടുള്ള ഒരു പുരുഷന് ഒരിക്കലും ഡിഗ്രി എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. പിന്നെ അവന് ഈ കൂലിപ്പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പഠിക്കാൻ പറ്റിയൊരു കഷ്ടപ്പെട്ട് പഠിച്ച് നേടാൻ പറ്റിയൊരു ജോലിയാണ് ഈ എൽ ജി എസ് പരീക്ഷ. അപ്പോൾ എനിക്ക് അറിയാവുന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഈ എൽ ജി എസ് എക്സാം ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിമർശിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിലായാലും, നിനക്ക് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് എഴുതുന്ന എക്സാം അല്ലേ എന്ന്. അപ്പോൾ ഡിഗ്രി ഉള്ള എക്സാമുകൾ കുറേ ഉണ്ടല്ലോ. അതുപോലെ തന്നെ എൽ ഡി സി, ഒരുപാട് എക്സാം എല്ലാവർക്കും എഴുതാവുന്ന എക്സാമല്ലേ. ഇതിലൊന്നും എഴുതി കയറാൻ കഴിവില്ലാത്ത കുറേ ആളുകളാണ് നമ്മളെ വിമർശിക്കാൻ വരുന്നത്. കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും എല്ലാം അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന ഒരു ലിസ്റ്റാണ്. 3000+, 4000+ നിയമനം നടക്കുന്ന ലിസ്റ്റാണ്. അതിലൊന്നും കയറി പറ്റാത്ത ആളുകളാണ് ഈ യൂണിവേഴ്സിറ്റി എൽ ജി സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പറയുന്നത്. എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും കേസിൻ്റെ വിധി നമുക്ക് അനുകൂലമായി വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പി എസ് സി പോയ ഒരു കേസുകളും ഇതുവരെ തോറ്റ ചരിത്രമില്ല. പിന്നെ ഈ സർവകലാശാലകൾ ചട്ടം ഭേദഗതി ചെയ്യാതിരിക്കുന്നതിന് കാരണം ഈ താൽക്കാലികക്കാരുടെ കളി തന്നെയാണ്. താൽക്കാലികക്കാർക്ക് മുന്നോട്ട് നിയമനം, അതായത് സ്ഥിര നിയമനത്തിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ സ്ഥിരപ്പെടുത്താനുള്ള പരിപാടി സുപ്രീം കോടതി തടഞ്ഞത്. അതുപോലത്തുള്ള ഓർഡർ, പഴയ ഓർഡർ വെച്ച് തന്നെ ഇതും നിലനിൽക്കില്ല. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടാനുള്ള പരിപാടി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളും അതിനനുസരിച്ച് നീങ്ങുന്നതാണ്. അപ്പോൾ കേസ് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി അവർ ചെയ്യുക എന്ന് വെച്ചാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കാണുന്ന 210 വേക്കൻസിക്കാണെങ്കിൽ പി എസ് സി ഇടുന്ന ലിസ്റ്റ് ഒരു ചുരുങ്ങിയ ലിസ്റ്റായിരിക്കും പി എസ് സി ഇടാൻ പോകുന്നത്. ഒരു 1000 പേരോ 1500 പേരോ ലിസ്റ്റ് ഇട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 1500 പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പല ആളുകളും വേരിയസ് എൽ ജി എസിലും മറ്റ് പല പോസ്റ്റുകളിലും കയറിപ്പോകും. അങ്ങനെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ റാങ്ക് ലിസ്റ്റ് വിളിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ 3 കൊല്ലം കഴിയും. അതുവരെയും ഈ താൽക്കാലികക്കാർക്ക് പിന്നെ ഇതിൽ തുടരാവുന്ന ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം കേസ് ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഫീൽഡ് വർക്കിന് പോയ സമയത്ത് പല യൂണിവേഴ്സിറ്റിയിലും നമുക്ക് മോശമായിട്ടുള്ള പെരുമാറ്റമാണ് അവരുടെ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ടത്. അതിന് കാരണം അവർക്ക് തീരെ താല്പര്യമില്ല ഈ പി എസ് സി വഴി നിയമനം നടത്താൻ. കാരണം താൽക്കാലികക്കാരുടെ ജോലി, അതായത് അവരുടെ സഹപ്രവർത്തകരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ നമ്മളോട് നിന്നത്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഒറ്റ വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും വലിയ സങ്കടം. അത്രയും ഒഴിവുകൾ വരേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. വേരിയസ് എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ നടത്തിയ സർവേ പ്രകാരം 3000+ ഒഴിവ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് തസ്തികയിൽ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ പല പോസ്റ്റുകൾ ഇപ്പോൾ അവർ അബോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം എം ജി യൂണിവേഴ്സിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള പകുതിയോളം പോസ്റ്റുകൾ അവിടെ വെട്ടിച്ചുരുക്കി കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വേക്കൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സർവകലാശാലയിൽ 136 എൽ ജി എസ് പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പോസ്റ്റ് മാത്രമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 130 പോസ്റ്റുകളിൽ താൽക്കാലികക്കാരാണ് ഉള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ എക്സാം നടത്തി അവരെ എടുത്തതാണ് 130 പേരെ, ഈ 6 വേക്കൻസിയുള്ളൂ. അതുപോലെ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവസ്ഥ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 94 വേക്കൻസിയാണ് നമ്മൾ പി എസ് സിക്ക് ഉള്ളത്, ബാക്കി ടെമ്പററിയാണ്. പക്ഷേ ഈ 94-ൽ 19 വേക്കൻസി മാത്രമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. ബാക്കിയിൽ താൽക്കാലികക്കാരെ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മൾ നല്ല രീതിക്ക് കേസ് ജയിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ
ഈ പഠിക്കാനും എഴുതാനും പോവാത്ത പൊടി പിടിച്ച് നടക്കുന്ന താൽക്കാലികക്കാരെ കൊണ്ടുപോകുന്നത്. അത് ഇന്ന പാർട്ടിന്നില്ല, ഏത് സമയത്തും താൽക്കാലികക്കാരുണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. കെ എസ് ആർ ടി സിയിൽ താൽക്കാലികക്കാരെ ഒഴിവാക്കിയതാണ്, അത് കോടതി വിധിയാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ സമീപിച്ച് 2072 താൽക്കാലികക്കാരാണ് വാട്ടർ അതോറിറ്റിയിലുണ്ട്. 500 പേരുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചു. അതുപോലെ തന്നെ നമ്മളും ശക്തമായിട്ട് പ്രതികരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.